വികസിത ഭാരതത്തിനും സംസ്കൃത ഭാഷ അനിവാര്യമാണെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ സംസ്ഥാനതല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വളരുന്ന ഭാരതത്തിനും കുതിച്ചുയരുന്ന വികസിത ഭാരതത്തിനും സംസ്കൃത ഭാഷ അനിവാര്യമാണെന്നും 50 ലക്ഷം പാദങ്ങളുള്ള സംസ്കൃത ഭാഷ പഠിക്കാൻ പുതുതലമുറ മുന്നിട്ടിറങ്ങണമെന്നും രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ 46ാമത് സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അഭിഭാഷണ ഈ സംഭാഷണ രൂപത്തിലുള്ള ശ്ലോക പഠനത്തിന് ശേഷം പിന്നീട് സംസ്കൃതത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് എൻ്റെ അച്ഛൻ രാമായണം വായിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഞ്ചാരിയൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ രാമായണം വായിക്കും സ്ഥിരമായി. അപ്പൊ രാമായണം വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ രാമായണം ഉദ്ഭവിക്കാനുള്ള കാരണമൊക്കെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മക്കൾക്ക്. അപ്പൊ ഈ ഏതാണ്ട് ഈ പ്രായത്തിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് രാമായണത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 13 വരിയുള്ള സംസ്കൃത പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ദിശാബോധം നൽകിയതെന്നും തങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ ഭാഷ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ലെന്നും പറഞ്ഞ സദാനന്ദൻ മാസ്റ്റർ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം അധ്യാപകൻ പഠിപ്പിച്ച സംസ്കൃത ശ്ലോകങ്ങളും സദസ്യർക്കായി പങ്കുവച്ചു. യോഗത്തിൽ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ അധ്യക്ഷനായി. വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരി വേദാമൃത ചൈതന്യ അനുഗ്രഹ ഭാഷണം നടത്തി. സംസ്കൃത ഭാരതി ദേശീയ സെക്രട്ടറി ഡോക്ടർ പി നന്ദകുമാറിൻ്റേതായിരുന്നു മുഖ്യപ്രഭാഷണം. പണ്ഡിതരത്ന പുരസ്കാരം പ്രൊഫസർ വി രാമകൃഷ്ണ ഭട്ടിനും ശർമാജി പുരസ്കാരം സി സുരേഷ് കുമാറിനും സദാനന്ദൻ മാസ്റ്റർ കൈമാറി. 10,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സംഘാടക സമിതി ചെയർമാൻ കെ ദാമോദരൻ, ആർക്കിടെക്ട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KCK രാജ എന്നിവർ സംസാരിച്ചു. രണജിത്ത് നാദാപുരം എഴുതിയ അക്ഷരശ്ലോകലഹരി, വിഭക്തി ബോധിനി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കാനായി കുഞ്ഞിരാമനും സദാനന്ദൻ മാസ്റ്ററും ചേർന്ന് നിർവഹിച്ചു. കുമാരി രുക്മിണി, കെ അരുൺകുമാർ എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. മുഖ്യ കാര്യദർശി വി ശ്രീകുമാർ സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ KM മാധവൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ വെള്ളിക്കോത്തെ ജന്മഗൃഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ രവീന്ദ്രനിൽ നിന്നും സംഘാടകർ ഏറ്റുവാങ്ങിയ ദീപശിഖ നിരവധി ആളുകളുടെ അകമ്പടിയോടെയാണ് നഗരിയിൽ എത്തിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ 11 ഗ്രാമങ്ങളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദശദിന സംസ്കൃത സംഭാഷണ ശിബിരങ്ങളും നടത്തിയിരുന്നു. ഇവയിലെ കുട്ടികൾ സമ്മേളന വേദിയിൽ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് രാജീവൻ പണിക്കരുടെ മറുത്തുകളിയും അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം എന്നിവയും അരങ്ങേറി. കേരള സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത മത്സരങ്ങൾ ഉൾപ്പെടുത്തണമെന്നും ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്കൃത പഠന രംഗത്തുണ്ടാവുന്ന ആശങ്ക പരിഹരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വരും വർഷത്തേക്കുള്ള സംഘടനയുടെ ഭാരവാഹികളായി ഡോക്ടർ പി കെ ശങ്കരനാരായണനെ പ്രസിഡന്റായും വി ശ്രീകുമാറിനെ ജനറൽ സെക്രട്ടറിയായും TC സജീവ് കുമാറിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.